അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ദളിത് സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താലിൽ സംഘർഷം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഹർത്താൽ അനുകൂലികൾ KSRTC ബസ്സുകൾ തടയുകയും കടകളും സർക്കാർ സ്ഥാപനങ്ങളും അടപ്പിക്കുകയും ചെയ്തു. ഇതോടെ രോഗികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ വഴിയിൽ കുടുങ്ങി. ചിലയിടങ്ങളിൽ ഹർത്താലിൽ വലഞ്ഞവരും സമരാനുകൂലികളും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. കണ്ണൂരിലും കോട്ടയത്തും ഹർത്താൽ അനുകൂലികളും പോലീസും തമ്മിൽ നേരിയ തോതിൽ സംഘർഷവുമുണ്ടായി. അതിനിടെ ഹർത്താലുണ്ടായ അതിക്രമങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹർത്താൽ ആഹ്വാനം ചെയ്തവർക്ക് ഹൈക്കോടതി നോട്ടീസും അയച്ചു. അതേസമയം ഹർത്താൽ നടത്തുന്നത് മകന് നീതി ലഭിക്കാനാണെന്ന് നിതിൻ രാജിന്റെ പിതാവ് രാജൻ പ്രതികരിച്ചു. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ന്യായമോ? സംസ്ഥാനത്തെ സമരങ്ങളോടുള്ള ജനങ്ങളുടെ സമീപനം പലതോ? കാണാം RDX ആപ്പ്. ജാതി അധിക്ഷേപം നേരിട്ടതിന്റെ പേരിൽ ജീവനൊടുക്കിയ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കൌൺസിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മണി മുതൽ ആരംഭിച്ച ഹർത്താലിന്റെ ഭാഗമായി തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, കണ്ണൂർ ജില്ലകളിൽ സമരാനുകൂലികൾ KSRTC വാഹനം തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി. ബാങ്കുകളും കടകളും സമരാനുകൂലികൾ അടപ്പിച്ചു. ഇതോടെ ഹർത്താലിൽ വലഞ്ഞവരും സമരാനുകൂലികളും തമ്മിൽ പലയിടത്തും വാക്കുതർക്കമുണ്ടായി. എന്നാൽ സമരത്തെ തകർക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നതായും അതിന്റെ ഭാഗമായി സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും സണ്ണി M കബിക്കാട് ആരോപിച്ചു. ഇതിനിടെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഹർത്താലിലുണ്ടായ അതിക്രമങ്ങളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്ക് കോടതി നോട്ടീസും അയച്ചു. സംസ്ഥാനത്ത് ആകെ 27 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിച്ചു. അക്രമങ്ങളിൽ 101 പേരെ അറസ്റ്റ് ചെയ്തെന്നും DGP വ്യക്തമാക്കി. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് ആക്ഷൻ കൌൺസിലിന്റെ തീരുമാനം. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ നമ്മുടെ ആദ്യത്തെ ഈ വിഷയത്തിൽ വേറെ വിശദാംശങ്ങളൊന്നുമില്ല. എല്ലാ വിശദാംശങ്ങളും നാട്ടുകാർക്കെല്ലാം അറിയാവുന്നതാണ്. ഈ ഹർത്താൽ ആവശ്യമുള്ളൊരു ഹർത്താലാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിനകത്ത് നടന്ന എല്ലാ ഹർത്താലുകൾക്കെന്ന പോലെ അകത്തു വന്ന പോലെ അതിനകത്ത് നടന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിന്മേൽ നമുക്ക് ചർച്ചയാവാം. അത് ശരിയോ തെറ്റോ എന്ന കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ എടുക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഹർത്താൽ നടത്തേണ്ടിയിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഒരു സംശയമില്ല. ആ കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവും പറയാനില്ല. യഥാർത്ഥത്തിൽ ഈ ഹർത്താലിൻ്റെ ആവശ്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഒന്ന്, ഈ അറസ്റ്റ് രേഖപ്പെടുത്തണം, ഇവരെ അറസ്റ്റ് ചെയ്യണം, ഇതിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണം. ആ കാര്യത്തിൽ പോലീസ് പരാജയപ്പെട്ടു. അറസ്റ്റ് നടന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണല്ലോ, നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ഒരാഴ്ചത്തെ നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ ഹർത്താൽ നടത്തുന്നതെന്ന് ഓർക്കണം. അതായത് അതിനിടയ്ക്കും ഈ അറസ്റ്റ് നടന്നിട്ടില്ല. മറ്റൊന്ന്, നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നു. അത് സ്വാഭാവികമായും അത് ആവശ്യപ്പെടാനുള്ള എല്ലാ അർഹതയും ആ കുടുംബത്തിനും ഈ സംഘടനയ്ക്കും അല്ലെങ്കിൽ ഈ സംഘടനകൾക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ രണ്ട് ആവശ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ ഹർത്താൽ ആഹ്വാനം നടന്നിരുന്നത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഉണ്ടായതിന് ശേഷം പിന്നീട് ഏതാണ്ട് സമ്പൂർണ്ണമായും അന്വേഷണത്തിൻ്റെ ഗതിയും അതല്ലെങ്കിൽ അതിനുശേഷം പുറത്തു വരുന്ന വാർത്തകളുടെ ഗതിയും എല്ലാം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇതെന്താണ്ട് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടോ എന്ന് സംശയിക്കാനുള്ള അവകാശവും സംഘടനകൾക്കില്ലേ? മാധ്യമങ്ങളടക്കം നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളിലും വരുന്ന വാർത്ത, കാരണം അതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത. അതിനപ്പുറത്തൊരു തലം കൂടിയുണ്ട്. കാരണം ഈ നിതിൻ രാജിൻ്റെ തന്നെ ശബ്ദം നമ്മൾ കേട്ടതാണ്. ഈ വല്ലാതെ അവഹേളിക്കുന്നു, ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ അവഹേളിക്കുന്നതിനെക്കുറിച്ച്, അയാൾ ക്രൂരമായി പെരുമാറുന്നതിനെക്കുറിച്ച് ശബ്ദ സന്ദേശം അയച്ചത് നമുക്ക് മുന്നിലുണ്ട്. ആദ്യം പുറത്തു വന്നത് അതാണ്. അതിനുശേഷമാണ് ലോൺ ആപ്പിൻ്റെ കൂടി വിവരം പുറത്തു വരുന്നത്. ലോൺ ആപ്പിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. അക്കാര്യത്തിൽ ഈ പറഞ്ഞ ആ സംവിധാനം, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചത് വളരെ മോശമായ രീതിയിലാണ്. യഥാർത്ഥത്തിലൊരു വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനോട്, ഒപ്പം നിൽക്കുന്ന ഒരാളോട് പെരുമാറേണ്ട രീതിയിലേ അല്ല. നമ്മളിപ്പോൾ സനീഷ ഒരു കാര്യം ആലോചിക്കും, ഇവിടെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാൾക്ക് സമാനമായ ഒരു പ്രതിസന്ധി ഉണ്ടായി, ഒരു ലോൺ ആപ്പിൻ്റെ പ്രശ്നം തന്നെ ആയിക്കോട്ടെ, പ്രശ്നമുണ്ടായി, നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുക? അയാൾ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള മാർഗ്ഗം എന്താണെന്ന് ആലോചിക്കുകയല്ലേ ചെയ്യുക. നമ്മൾ ഈ പൂർണ്ണമായ വിവരങ്ങളൊന്നും ആ കോളേജ് പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ CCTV, ആ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വിട്ടവർക്ക് മറ്റ് സംഭവ പരമ്പരകളുടെയും ദൃശ്യങ്ങൾ പുറത്തു വിടാമല്ലോ, അത് വിട്ടിട്ടില്ല. എന്തായാലും അതിൽ പോലും ആ അധ്യാപകരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്? നമുക്കതിൻ്റെ ശബ്ദം പൂർണ്ണമായും വ്യക്തമായ രീതിയിലല്ല നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്? ഇയാളെ കോർണർ ചെയ്തുകൊണ്ട് രൂക്ഷമായി വിമർശിക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് തന്നെയാണ് ശരീരഭാഷ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വല്ലാത്ത അവഹേളനം അവിടെ നേരിട്ടുണ്ട്. അവിടെ നേരിട്ടിട്ടുള്ള അവഹേളനം എന്തെല്ലാമാണ് എന്ന് ഇപ്പോഴും പോലീസ് പറയുന്നില്ല, കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ലല്ലോ. ലോൺ ആപ്പിൽ മാത്രം കുടുക്കിയിട്ട് ഈ കേസിനെ ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള നീക്കം കൂടി നടക്കുന്നു എന്നുള്ള സംശയം കൊണ്ടാണ് ഈ ദളിത് സംഘടനകൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത്. കാരണം ദളിത് സംഘടനകൾക്കെല്ലാം അല്ലെങ്കിൽ അവഹേളനം ഏതെങ്കിലും തരത്തിൽ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള
രീതിയിലുള്ള പെരുമാറ്റം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്ന് തിരിച്ചറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും യഥാർത്ഥത്തിൽ അവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. ആ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാവും, ആ പുറത്തു വന്ന നിതിൻ രാജിൻ്റെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവും. മാത്രമല്ല ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറഞ്ഞല്ലോ, ഈ നിറത്തിൻ്റെ പേരിലും ഒക്കെ അവഹേളിക്കുന്നത് നിരന്തരം തുടരുന്നുണ്ട് ഈ റാം എന്ന അധ്യാപകൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ആ കാര്യം അവിടെയുണ്ട്. ഈ നിറത്തിൻ്റെ പേരിലുള്ള അവഹേളനത്തെ തിരിച്ചറിയാൻ ത്രാണിയുള്ള ആളുകളാണ് ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഒരു ഹർത്താൽ ആഹ്വാനം അവിടെ നടന്നിരിക്കുന്നു. ആ ഹർത്താലിനോട് എങ്ങനെയാണ് ഈ പറയുന്ന സിസ്റ്റം പ്രതികരിച്ചതെന്നുള്ളത് നമ്മൾ നോക്കണം. പോലീസ് എങ്ങനെയാണ് പ്രതികരിച്ചത്, കോടതി എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഒന്നാമത് മാധ്യമങ്ങളെ തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ ബോധം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ന് ആ ഹർത്താൽ തുടങ്ങിയതിന് ശേഷം ഒരൊറ്റ മാധ്യമ സ്ഥാപനത്തിൽ വരുന്ന അതിനെക്കുറിച്ച് വരുന്ന റിപ്പോർട്ടുകളുടെ സ്വഭാവം ഞാൻ പറയാം. ഒരു സ്ഥാപനത്തിലെയാണ് കേട്ടോ. ബാക്കിയുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞാൽ മരിച്ചയാൾ തിരിച്ചു വരുമോ, നീ തിരിച്ചു പോടാ, തിരുവല്ലയിൽ വഴി തടഞ്ഞ സമരക്കാർ. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ അവരുടെ വാർത്തയെ അവർ പ്ലേസ് ചെയ്യുന്ന ഒന്ന്. അടുത്തത്, തിരുവല്ലയിൽ ബൈക്ക് യാത്രക്കാരനെ തടഞ്ഞു വെച്ച് അസഭ്യം പറഞ്ഞ സമരക്കാർ, രണ്ടാമത്തെ വാർത്തയാണ്. ഇനി അടുത്തത്, ഹർത്താൽ അനുകൂലികൾ വാഹനം തടഞ്ഞു, വിദ്യാർത്ഥികൾക്ക് VIT പരീക്ഷ എഴുതാനായില്ല. അതിൻ്റെ അടുത്തത്, ഹർത്താലിൽ വലഞ്ഞ് ജനം, തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെയും വിദ്യാർത്ഥിയെയും തടഞ്ഞു. തിരുവനന്തപുരത്ത് ഹർത്താൽ, ഗതാഗതം സ്തംഭിച്ചു, വലഞ്ഞ് വിദ്യാർത്ഥികളും രോഗികളും. ലുലു അല്ല ആരായാലും അടപ്പിക്കും, ഞങ്ങൾ ഹർത്താലുകാരാണ്, ഞങ്ങളുടെ വഴി തടയരുത്. കോട്ടയത്ത് ലുലുമാട് അടപ്പിക്കാനെത്തിയ ഹർത്താൽ അനുകൂലികളെ പോലീസ് തടഞ്ഞു. ഞങ്ങളുടെ ഭാവി വെച്ചാണ് അവർ കളിച്ചത്, സങ്കടമുണ്ട്. ഇതെല്ലാം പല വാർത്തകളാണ് കേട്ടോ. ഹർത്താലുകാർ വഴി തടഞ്ഞപ്പോൾ നഷ്ടമായത് ഏറെ തയ്യാറെടുത്ത് വന്ന പരീക്ഷ. ഇങ്ങനെ പിന്നെ പോലീസ് നിൽക്കുമ്പോൾ തന്തയ്ക്കും തള്ളയ്ക്കും ഒന്നും ആരും വിളിക്കേണ്ട, പരീക്ഷയ്ക്ക് പോയ വിദ്യാർത്ഥികളെയും ഹർത്താൽ അനുകൂലികൾ തടഞ്ഞു. ഇത് കേരളത്തിലെ ഒന്നാമത്തെ മാധ്യമ സ്ഥാപനമാണ് ഈ വാർത്തയെല്ലാം കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കണം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിറ്റ് ആയിട്ടുള്ളവരെ ഡോക്ടർ നോക്കിക്കോളും, വീട്ടുകാർ നാളെ പോയാൽ മതി, ഓപ്പറേഷൻ ആണെങ്കിൽ പേപ്പർ കാണിക്കുക. തിരുവല്ലയിൽ ആശുപത്രിയിലേക്ക് പോയവരെ തടഞ്ഞ് സമരക്കാർ. ഇന്നലെ ഇറങ്ങിയതായി പൊടിക്കുഞ്ഞുമായിട്ട് വയ്യാത്തതായി കുഞ്ഞിന് ചിന്തിക്കാനുള്ള കഴിവില്ലേ, വഴി തടയില്ലെന്ന് പറഞ്ഞ് രോഗിയായ കുഞ്ഞുമായി ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇങ്ങനെ ഇത് തീർന്നിട്ടില്ല. ഇതെനിക്കിത് വായിച്ചു തീർക്കാനാണെങ്കിൽ ഇനിയും, അതായത് ഒരു മാധ്യമ സ്ഥാപനം അതിൻ്റെ FB പേജിൽ വരുന്ന തുടർച്ചയായി കൊടുത്തിരിക്കുന്ന വാർത്തകളുടെ എണ്ണം ഞാൻ ഇവിടെ എടുത്ത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതായത് ഒരു എലീറ്റ് സമരത്തോട് സ്വീകരിക്കുന്ന സമീപനമല്ല ഇതിൽ, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഇതിന് സമാന്തരമായി ചേർത്ത് വയ്ക്കാം. ദളിത് സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ ഈ എല്ലാ അർത്ഥത്തിലും ഈ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറയാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, തിരുവനന്തപുരത്ത് എല്ലാ സംഘടനകളും, ജാതി മത സംഘടനകളും അവിടെ വലിയ പരിപാടികൾ നടത്തും. ആ വലിയ പരിപാടികൾ ഇപ്പോൾ NSS SNDP ഒക്കെ പരിപാടി നടത്തുന്നത് ശക്തി തെളിയിക്കുകയാണ്, കരുത്ത് തെളിയിച്ചുകൊണ്ട് അവരുടെ പ്രകടനം നടന്നു നഗരത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ വാർത്ത വരിക. ഇതിനു മുമ്പ് അനുഭവമുണ്ട്. അതായത് അവിടെ ഒരു ദളിത് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ആ സംസ്ഥാന സമ്മേളനത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പറഞ്ഞ മട്ടിലാണ്. അവിടെ മുഴുവൻ വഴി തടഞ്ഞ് ആകെ കുഴപ്പമാക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള മട്ടിലാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മാധ്യമത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ കാലത്ത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാധ്യമങ്ങൾക്ക് ഈ ദളിത് സംഘടനകൾക്ക് ആഹ്വാനം ചെയ്യുന്ന സമരങ്ങളോടുള്ള സമീപനം. ഒരു സംസ്ഥാന സമ്മേളനത്തോട് പോലും സ്വീകരിച്ച സമീപനം നമുക്ക് മുന്നിൽ അന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്ന രീതി എന്താണ്? പോലീസ് വന്നിറങ്ങുന്നത് രാവിലെ മുതൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. പോലീസ് വന്നിറങ്ങിയിട്ട് സമാധാനത്തോടെ, സമരക്കാരാണ്, അവർക്ക് പ്രതിഷേധമുണ്ട്, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ, പരുഷമായ ഭാഷയിലാണ്. ഒരിക്കലും ഇവിടെ CPMൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒരു ഹർത്താൽ നടക്കുമ്പോൾ പ്രതികരിക്കുന്ന ഭാഷയിലല്ല പോലീസുകാർ സംസാരിക്കുന്നത്. അതെന്താണ് അങ്ങനെ? അവർക്ക് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ? അല്ലെങ്കിൽ ഇവിടെ BJPയുടെ പ്രതിഷേധം നടക്കുമ്പോൾ, സമരം നടക്കുമ്പോൾ സംസാരിക്കുന്ന ഭാഷയിലാണോ പോലീസിന്? അവിടെ പോലീസ് വളഞ്ഞു നിൽക്കും. ഇവിടെ നേരെ തിരിച്ചാണ് പോലീസിൻ്റെ പ്രതികരണം. എന്നിട്ട് ഈ പോലീസിൻ്റെ നമുക്ക് തന്നെ ദൃശ്യങ്ങളിൽ വഷളായ പ്രതികരണമാണ്, അല്ലെങ്കിൽ വഷളായ ഇടപെടലാണ് പോലീസ് നടത്തുന്നത് നമുക്ക് തോന്നുന്ന വാർത്തയിലും ദൃശ്യങ്ങളിലും പോലും അതിന് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത് മാധ്യമങ്ങൾ എങ്ങനെയാണെന്നറിയാവോ? ഈ സമരക്കാരെ കുഴപ്പം പറഞ്ഞിട്ടാണ്. കാരണം ഈ രീതിയിലാണോ പോലീസ് പ്രതികരിക്കേണ്ടത്, പെരുമാറേണ്ടത് നമുക്ക് തോന്നുന്ന. അത് മാത്രമല്ല, പോലീസിൻ്റെ പിടിപ്പുകേടിനെതിരെ നടക്കുന്ന ഒരു ഹർത്താൽ, ആ ഹർത്താലിൽ പോലീസ് ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത് നമുക്ക് തോന്നുന്ന ദൃശ്യങ്ങളിൽ പോലും ഈ സമരക്കാരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള വാർത്തയെ അവതരിപ്പിക്കൂ എന്നുള്ളതാണ് പല മാധ്യമങ്ങളും ചെയ്തിട്ടുള്ള രീതി. പോലീസിൻ്റെ പെരുമാറ്റം അങ്ങേയറ്റം മോശമായത്. കാരണം ഹർത്താൽ ഈ വിഷയത്തിൻ്റെ മെറിറ്റ് എന്താണെന്ന് കൂടെ പരിശോധിച്ചിട്ട് വേണം ആളുകളുടെ ആ
വൈകാരികതയെ മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറാൻ. ഇതിനകത്ത് പലപ്പോഴും ഈ സമരങ്ങളിൽ എല്ലാ സമരങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ പരിഹസിക്കാറുണ്ടല്ലോ ചിലപ്പോൾ. പലപ്പോഴും ഇതിപ്പോൾ CITUവിൻ്റെ തൊഴിലാളി സംഘടനകളുടെ സമരം നടന്ന ഇതേ സമീപനം സ്വീകരിക്കാറുണ്ട്. പോലീസായാലും മാധ്യമങ്ങൾ ഈ സമീപനം സ്വീകരിക്കാറുണ്ട്. അയ്യോ, ഗർഭിണിയെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള 2-3 വാർത്തകൾ സ്ഥിരമായി വരുന്നതിനെക്കുറിച്ചുള്ള ട്രോളുകൾ ഇപ്പോൾ ഈ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ കുറവുണ്ട്. അതിനുശേഷം തൊഴിലാളി സംഘടനകളുടെ സമരം എന്തിനാണെന്നുള്ള റിപ്പോർട്ട് ഒരിക്കലും കൊടുക്കുകയില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് അതിങ്ങനെ നിരന്തരം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു റിപ്പോർട്ട് അതേക്കുറിച്ച് കൂടി എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൊടുക്കും എന്നുള്ളത്. ഇന്നിപ്പോൾ കണ്ട ഒരു കാഴ്ച എന്താണെന്നറിയാം. ഈ നിതിൻ രാജിൻ്റെ അച്ഛൻ്റെ അടുത്ത് എല്ലാ മാധ്യമങ്ങളും പോയി, നമ്മളും പോയി. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പല മാധ്യമങ്ങളും ആ വാർത്തയെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ്, പ്രധാനമായും ഈ ഹർത്താൽ ദിനത്തിൽ ഈ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹർത്താൽ നടത്തരുത് എന്നുള്ളൊരു വാക്ക് അദ്ദേഹത്തെ കൊണ്ട് പറയിച്ചിട്ട് അതാണ് പ്രധാനപ്പെട്ട വെണ്ടയ്ക്കാൻ നടത്തിയിരിക്കുന്നത്. ഇതൊക്കെ എന്തൊരു മര്യാദയാണ്. അതായത് ആ കോസിനൊപ്പം നിൽക്കുകയാണ് എന്നുള്ള ഒരു സമീപനം നിൽക്കും. എങ്ങനെയാണെന്നറിയാമോ, ഇത്തരം ഒരു വിഷയം വരുമ്പോൾ എങ്ങനെയാണ് അത് സെൻസേഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കും. അത് അങ്ങനെ ഇപ്പോൾ ഒരു നിതിൻ രാജിൻ്റെ മരണം ഉണ്ടായിരിക്കുന്നു, അത് സർക്കാരുമായി ബന്ധപ്പെട്ട് അതിനെ ഏത് രീതിയിൽ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അതിനെ സെൻസേഷണലൈസ് ചെയ്യാനുള്ള ഒരു സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ നിൽക്കും. അതിനപ്പുറത്ത് ആ വിഷയത്തിൽ നീതി നടപ്പാവുന്നില്ല എന്ന് കാണുമ്പോൾ അതിൽ സമരത്തിനിറങ്ങുന്ന ദളിത് സംഘടനകളെ കോർണർ ചെയ്തിട്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുകയും ചെയ്യും. ഇതാണ് ശുദ്ധ മര്യാദകേടെന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഈ പൊതുബോധ നിർമ്മിതിയിൽ ഇവിടെ സർക്കാർ വിടുന്നുണ്ട്, പോലീസ് വിടുന്നുണ്ട്, ഇവിടുത്തെ കോടതികളും വിടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് കറക്റ്റാണ് എല്ലാം പറഞ്ഞത്. അതിനകത്ത് ഒരു കാര്യമുള്ളത് എന്ന് വെച്ചാൽ ഇതൊരു ആവശ്യമായിട്ടുള്ളൊരു സമരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ആർക്കും സംശയം ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെ സുതാര്യമായിട്ട് നോക്കുന്ന ആളുകൾക്ക് ആർക്കും തന്നെ സംശയം ഉണ്ടാവില്ല. പക്ഷേ ഈ ഹർഷനിപ്പോൾ പറഞ്ഞ പോലെ മാധ്യമങ്ങളടക്കം വരുന്ന എന്തോ ഒരു ഭയങ്കര കുഴപ്പമായിട്ടാണ്. ഇപ്പോൾ ഈ നമ്മുടെ വാർത്തയിലുണ്ട്, അതായത് സംഘർഷമുണ്ടായി, പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഹർത്താൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം തന്നെ ഒരു ക്യാൻസർ രോഗിയെ വഴിയിൽ തടഞ്ഞു എന്ന വാർത്തയുണ്ട്. വഴിയിൽ തടയപ്പെടുന്ന അയാളുടെ ബുദ്ധിമുട്ട്, ആ രോഗിയുടെയും അദ്ദേഹത്തിൻ്റെയും മറ്റും ബുദ്ധിമുട്ട് അതിനകത്ത് ദൃശ്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടുണ്ടായത്? സത്യത്തിൽ ഈ ഹർത്താൽ ഒരു സുപ്രഭാതത്തിൽ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നില്ലേ ഹർഷനോർമ്മയില്ലേ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങ് പ്രഖ്യാപിക്കുക ചെയ്യുക. ഇപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നാൽ അന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണൂർ ഒറ്റയടിക്ക് ഹർത്താലാണ്. അത് പിന്നീട് കൊല്ലപ്പെടുന്ന സംഭവത്തിൻ്റെ ആഘാതത്തിന് വലിപ്പത്തിനനുസരിച്ച് സംസ്ഥാനം മുഴുവൻ ഉണ്ടാവും. ആ സമയം അങ്ങ് പ്രഖ്യാപിക്കുക ചെയ്യുക. എന്ന് വെച്ചാൽ അതുവരെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് പ്രതിസന്ധിയിലാവും. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഓർക്കണം. 7 ദിവസം മുമ്പേ നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഹർത്താൽ നടത്താൻ പറ്റുമെന്ന നിയമം നാട്ടിലുണ്ട്, ഹൈക്കോടതിയുടെ നിയമം. എന്ന് വെച്ചാൽ ആ നിയമം പാലിച്ചിട്ട് 7 ദിവസം മുന്നേ നോട്ടീസ് കൊടുത്തിട്ടാണ് ആളുകൾ ഈ സമരം നടന്നത്. എന്ന് വെച്ചാൽ 7 ദിവസം മുന്നേ പ്രഖ്യാപിക്കപ്പെട്ട ഈ സമരത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഹർത്താൽ നടക്കുന്നു എന്നുള്ളത്, ഈ ഹർത്താലിന് ദളിത് സംഘടനകളാണ് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്തത്. ഈ ഹർത്താലിന് എൻ്റെ അഭിപ്രായത്തിൽ CPIM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും അടക്കമുള്ള ആളുകൾ, എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സാമൂഹിക പ്രസ്ഥാനങ്ങൾ അതിന് പിന്തുണ നൽകേണ്ടതായിരുന്നു. കാരണം ഇതിനകത്ത് അങ്ങേയറ്റം ബുദ്ധിമുട്ടിലായിരിക്കുന്ന, സങ്കടത്തിലായിരിക്കുന്ന ഒരു കുടുംബമാകേണ്ട ഒരു അച്ഛനും അമ്മയുമുണ്ട്. പഠിക്കാൻ പോയിട്ട് ആ കുടുംബത്തിൻ്റെയും ഇനി വരാനിരിക്കുന്ന തലമുറകളുടെയും ജീവിതത്തെ കുറെ കൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ളത്രക്ക് ഒരു പദവിയും ഒരു ജോലിയും തൊഴിലും ആ കുട്ടിയുടെ പിൽക്കാല തലമുറകൾക്ക്, അദ്ദേഹത്തിൻ്റെ അച്ഛനടക്കമുള്ള ആളുകൾക്ക് കിട്ടാതെ പോയ ഒരു സാമൂഹ്യ പദവിയൊക്കെ ആയിട്ട് ആ കുട്ടി വരും എന്ന് വിചാരിച്ചിട്ട് അതില്ലാതായി പോയൊരു സംഭവം അവിടെയുണ്ട്. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ മരണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമായിരുന്നൊരു കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളാകെയാണ് തകർന്നത്. എന്ന് വെച്ചാൽ ഒരു ദളിത് കുടുംബത്തിൻ്റെ അതിൻ്റെ വരാനിരിക്കുന്ന തലമുറകളുടെ സ്വപ്നങ്ങളിൽ തന്നെയാണ് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വലിയ വിച്ഛേദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതൊരു സാമൂഹ്യ പ്രശ്നമാണ് കേരളത്തിൽ. അപ്പോൾ ആ സാമൂഹ്യ പ്രശ്നത്തിനോട് ഇത്രയും ദിവസമായിട്ട് അതിനോട് നിയമപരമായിട്ടും സിംബോളിക്കായിട്ടും ഇയാൾ അറസ്റ്റ് ചെയ്യുക എന്ന കാര്യം പോലും ചെയ്യാൻ പറ്റാതെ, കേരള പോലീസിന് ഇതുപോലത്തെ ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആളുകൾ വിശ്വസിക്കില്ല. അത് പോലീസ് ഇറങ്ങി പുറപ്പെട്ടാൽ അതിന് രാഷ്ട്രീയ അധികാരികളുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു തടസ്സവുമില്ല. പോലീസ് ഇറങ്ങി പുറപ്പെട്ടാൽ ആളെ അറസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് ഇതേക്കാൾ വലിയ ഗോവിന്ദച്ചാമിമാരെ അറസ്റ്റ് ചെയ്ത് കൂളായിട്ട് കൊണ്ടുവരുന്ന കൊള്ളാവുന്ന പോലീസാണ് നമ്മുടെ കയ്യിൽ. അപ്പോൾ അങ്ങനെ ഒരു സിംബോളിക്കായിട്ടുള്ള സംഘം, എന്ന് വെച്ചാൽ നിയമപരമായിട്ട് നടക്കേണ്ടിയിരുന്നൊരു കാര്യം പോലും നടക്കാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ വരുന്ന ധാർമ്മിക രോഷം പ്രകടിപ്പിക്കപ്പെടേണ്ടതാണ് ഈ സമൂഹത്തിൽ. അതിപ്പോൾ നിതിൻ രാജിൻ്റെ മരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിതിൻ രാജിൻ്റെ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെയും മാത്രം പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ആകത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ആ കാര്യത്തിൽ നീതി വേണം. അയാൾ മരണത്തിലേക്ക് ആ കുട്ടി പോകാൻ കാരണമായത് അധിക്ഷേപമാണ്. ആ അധിക്ഷേപത്തിനകത്ത് കിടക്കുന്നത് ജാതീയമായിട്ടും മറ്റുമുള്ള വല്ലാത്ത തോതിലുള്ള മുൻവിധികളും കുറ്റം പറച്ചിലുകളുമാണ് എന്ന കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആയ സ്ഥിതിക്ക് നിശ്ചയമായിട്ടും ആ കാര്യത്തിൽ ഒരു രോഷപ്രകടനം, ഇപ്പോൾ പോലും അറസ്റ്റ് ഉണ്ടായിട്ടില്ല, എന്നാൽ രോഷപ്രകടനം സമൂഹമാകെ തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് CPIM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും CPIയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക പ്രസ്ഥാനങ്ങളും പിന്തുണയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ ഇതേക്കാൾ കൂടുതൽ
ആയിട്ട് പ്രചാരണപരമായിട്ട് നാട്ടുകാർ അറിഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ ആളുകൾ ഇന്ന് ഹർത്താലാണല്ലോ, ഇന്ന് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മാറ്റിവെക്കണമല്ലോ എന്ന് കരുതിയിട്ട് തന്നെ വീട്ടിനകത്തിരുന്നേനെ. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ ആളുകൾ എല്ലാവരും റോഡിലേക്ക് ഇറങ്ങിയിട്ട് ഇതാ എനിക്ക് തടസ്സപ്പെട്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ് കരയുന്നില്ല, ആളുകൾ ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ആളുകൾ അവിടെ ചെന്നിട്ട് അങ്ങനെ തടസ്സപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പോലീസ് ആറ്റുകാൽ പൊങ്കാലക്കാരെ തല്ലി ഓടിക്കുകയും അല്ലെങ്കിൽ അവർക്ക് നേരെ രൂക്ഷമായിട്ട് വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നില്ല. തൃശ്ശൂർ പൂരം അവിടെ നടക്കുമ്പോൾ പൂരത്തിനകത്തേക്ക് ആളുകൾ വന്നിട്ട് അയ്യോ ഇന്ന് പൂരമാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന ബുദ്ധിമുട്ട് ആളുകൾ പറയുന്നില്ല, ആളുകൾ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നില്ല. എന്നിട്ടും അന്നേ ദിവസം അതുവഴി മുറിച്ച് തന്നെ പോകേണ്ടുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്ന രോഗികൾക്കും കുട്ടികളെ കൊണ്ടുപോകുന്ന അമ്മമാർക്കും അതിന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല മുറിച്ച് തന്നെ വേണം ഒരു കുഞ്ഞിനെയും കൊണ്ട് അമ്മയ്ക്ക് പോകണമെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയുടെ വളണ്ടിയർമാർ തന്നെ അത് ചെയ്യും. അവർ ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന സ്ഥലമാണ് കേരളം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലൊരു പ്രചാരണപരമായിട്ടുള്ള കൂടുതൽ സംഗതികളിലേക്ക് പോയിരുന്നെങ്കിൽ ഈ കാര്യം ആളുകൾ കൂടുതലായിട്ട് അറിഞ്ഞേനെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമായിരുന്നില്ല. പിന്നെ നമ്മൾക്കറിയാമല്ലോ, അതായത് ഹർത്താലുകൾക്കകത്ത് എല്ലായ്പ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സമരം എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടസ്റ്റ്, ഹർത്താൽ എന്ന സമരം എന്താണ്? ഒരു പ്രൊട്ടസ്റ്റാണ്. ആളുകൾ അത് രേഖപ്പെടുത്തുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പണിയാണ്. നമ്മളും കൊടുത്തല്ലോ സംഘർഷം ഉണ്ടായി എന്ന്, ബുദ്ധിമുട്ട് റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിനെ പർവ്വത സമാനമായിട്ട് ചിത്രീകരിക്കരുത്. എന്നിട്ട് ഇതിൻ്റെ കോസിനെ ആകപ്പാടതിന് ഇവരാണ് കുഴപ്പക്കാർ എന്ന കാര്യത്തെ വീണ്ടും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഇപ്പോൾ 2017 120 ഹർത്താലുകൾ നടന്നു എന്നാണ് ഞാൻ കണക്ക് കണ്ടത്. 120 ഹർത്താലുകൾ 2018 ആയപ്പോൾ അത് 98 കുറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ 2018 ഈ പറയുന്ന 7 ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കണം എന്നത് വന്നപ്പോൾ കുറേ കൂടെ കർക്കശമായപ്പോൾ പിന്നീട് അത് 98 എന്ന് വെച്ചാൽ 2018 നമ്മുടെ ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. 2019 ആയപ്പോൾ അത് 12 ഹർത്താലായിട്ട് ചുരുങ്ങി. എന്ന് വെച്ചാൽ ഹർത്താലുകൾ അപ്രതീക്ഷിതമായിട്ട് പ്രഖ്യാപിക്കുന്ന ഹർത്താലുകളുടെ എണ്ണം കുറഞ്ഞിട്ട് ഇതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള നിയമ സംവിധാനത്തെ അറിയിച്ചുകൊണ്ടുള്ളൊരു സമര രീതിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഹർത്താൽ അർഹിക്കുന്ന ഒരു സംഭവമാണിത്. വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ജീവനായിരുന്നു നിതിൻ രാജിൻ്റേത് എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. കാരണം അത് നിതിൻ രാജിൻ്റെ കുടുംബത്തിൻ്റെ മാത്രം നഷ്ടമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിതിൻ രാജിൻ്റെ മരണം എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ കുട്ടികൾ വന്ന് പറഞ്ഞല്ലോ, ഈ റാം സാറ് എങ്ങനെയായിരുന്നു കുട്ടികളെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന്. ആദ്യത്തെ 2 ദിവസത്തെ നിശബ്ദതയ്ക്ക് ശേഷം കുട്ടികൾ ആകെ പൊട്ടിത്തെറിച്ച് പറഞ്ഞു. പക്ഷേ അവർ വീണ്ടും അവരുടെ അധികാര പദവി ഉപയോഗിച്ചിട്ട് ആ ഹോസ്പിറ്റലുകാർ ഈ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കുകയും ഇയാൾ അറസ്റ്റിലാവുകയൊക്കെ ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ കുട്ടികൾ വീണ്ടും നിശബ്ദരായി. അങ്ങനെ വന്ന് ക്യാമറകൾക്ക് മുമ്പിൽ പറഞ്ഞ കുട്ടികൾ ഇപ്പോൾ ഭയചകിതരായിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ജീവിക്കുന്നുണ്ടാവുക. കാരണം ആ റാം സാറിനെയും മറ്റ് ടീച്ചറെയും ഒക്കെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അവരെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് തൂക്കിക്കൊള്ളണമെന്നല്ലോ ഈ പറയുന്നത്. ഈ റാമിനെ എതിരെ ഈ കുട്ടി സംസാരിക്കുന്നത് നമ്മുടെ ശബ്ദമായിട്ട് കേട്ടതാണ്. ജാതീയമായിട്ടും മറ്റും അധിക്ഷേപിക്കുന്ന ഈ കുട്ടി തന്നെ പറയുന്നത് നമ്മുടെ മുന്നിലുണ്ട്. ഈ റാം വല്ലാത്തോതിൽ മനുഷ്യരെ പരിഹസിക്കുകയും ഹ്യൂമിലിയേറ്റ് ചെയ്യുകയും മനോവിഷമത്തിലാക്കുകയും ചെയ്യുന്നത് മറ്റൊരുപാട് കുട്ടികളുടെ മൊഴി നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഈ നാട്ടിലെ നിയമ സംവിധാനങ്ങൾക്ക് കീഴടക്കണമെന്നല്ലേ പറയുന്നുള്ളൂ. അല്ലാതെ അയാളെ പിടിച്ച് തൂക്കിക്കൊള്ളണമെന്നോ വെടിവെച്ച് കൊള്ളണമെന്നോ ആരും പറയുന്നില്ലല്ലോ. നിയമ സംവിധാനങ്ങൾക്ക് വിധേയമാക്കണം എന്ന കാര്യത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കുകയാണ് പോലീസ്. പിന്നെ ഈ പോലീസ് ഇന്ന് ചെയ്തത് എന്താണ്? ഈ പോലീസ് ഇന്ന് ചെയ്തിട്ട് ചെന്നത് ഈ പലയിടങ്ങളിലും ഈ ദളിത് സംഘടനകൾക്ക് ഒരുപാട് CPM-ഉം കോൺഗ്രസും പോലെ മഹാപ്രസ്ഥാനങ്ങളല്ലല്ലോ. ഒരുപാട് ആളുകൾ എല്ലാ സ്ഥലത്തും ആളുകൾ പൂട്ടിക്കാൻ വേണ്ടി നടക്കില്ല. ചില സ്ഥലത്ത് അവർ എന്നിട്ട് നിങ്ങൾ കടയടക്കണം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു വാക്ക് തർക്കം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ആ കടക്കാരൻ ഇങ്ങോട്ടേക്ക് പെരുമാറുന്നതിനനുസരിച്ച് വാക്ക് തർക്കം ഉണ്ടാവും. അപ്പോൾ അത് പോലീസ് എങ്ങനെയാണ് പെരുമാറുന്നത്? പോലീസ് ഈ സമരക്കാർക്കെതിരെ നിന്ന് കടക്കാരുടെ കട തുറപ്പിച്ചു കൊടുക്കുകയാണ് പലയിടങ്ങളിലും ചെയ്തത്. അത് ശരിയായ കാര്യമാണോ? അത് ഇവർ ഹർഷനിപ്പോൾ ചോദിച്ചല്ലോ, കോൺഗ്രസിനോട് ചെയ്യുമോ? കോൺഗ്രസ് ഹർത്താൽ ഇപ്പോൾ പ്രഖ്യാപിക്കാറൊന്നുമില്ല കുറേ കാലമായിട്ട്. CPM-കാർ ഹർത്താൽ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ മറ്റൊരു ശക്തിയുള്ള BJP ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ അവരോട് ഈ പോലീസ് ഇങ്ങനെ പെരുമാറുമോ? അപ്പോൾ താടിയുള്ള ആളുകളെ പേടിയുണ്ട് എന്ന് ഒരു ചൊല്ലില്ലേ നമ്മുടെ നാട്ടിൽ? അതുപോലെ അങ്ങനെ പാടില്ല. അതായത് നിങ്ങൾ ഇതിൻ്റെ നീതിന്യായമായിട്ടുള്ള വശത്ത് നിന്ന് ആലോചിച്ച് നോക്കിയിട്ട് അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ച ഹർത്താലാണ്. ആ ഹർത്താലിനോട് വിനയപൂർവ്വം പെരുമാറാനുള്ള ഉത്തരവാദിത്തം നമ്മൾ പൗരന്മാർ എന്ന നിലക്കുണ്ട്. കാരണം വലിയ തോതിൽ നമുക്ക് അനുകൂലിക്കാവുന്ന ഒരു കോസിൻ്റെ പുറത്താണ് ഇവർ സമരം നടത്തുന്നത്. എല്ലാ കാലവും ഹർത്താലുകൾ നടത്തിയിട്ട് നിരന്തരമായിട്ട് ഹർത്താലുകൾ നടത്തിയിട്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സംഘടനകളല്ല ഈ സംഘടനകൾ ആരും തന്നെയും. ഇതിപ്പോൾ ഇത്രമാത്രം ദിവസം കഴിഞ്ഞിട്ടും അറസ്റ്റ് ആവാത്തതുകൊണ്ടുള്ള രോഷപ്രകടനമാണ്. ഈ ദിവസം നമ്മൾ അതിന് വഴങ്ങുക എന്നതിലേക്ക് പൗരന്മാരും, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതേക്കാൾ കൂടുതൽ പർവ്വതീകരിക്കരുത് എന്ന് മാധ്യമങ്ങളും, ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്നിട്ട് ഈ സമരക്കാർക്കൊപ്പമാണ് നിൽക്കേണ്ടത് മാനസികമായിട്ട് എന്ന നിലയിലേക്ക് പോലീസുകാർ, എന്ന് വെച്ചാൽ കുഴപ്പമുണ്ടായാലും അവർ അനുകൂലിക്കണമെന്നൊന്നുമല്ല, പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നിലപാടെടുക്കണം. പക്ഷേ സമരത്തോട് മുൻവിധി കലർന്ന നിലപാടെടുക്കരുതായിരുന്നു എന്ന് പോലീസും മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ സമരത്തെക്കുറിച്ച് ആ തരത്തിലുള്ള ചിന്തകൾ സമൂഹത്തിലേക്ക് വന്നിട്ട് ഈ തരം സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ നമ്മൾ എടുക്കേണ്ടുന്ന നിലപാട് എന്താണ് എന്ന് നേരത്തെ മുൻകൂട്ടി അറിഞ്ഞ് 7 ദിവസമുണ്ട്. 7 ദിവസത്തിനകത്ത് ഈ ദിവസം നമ്മൾ ആ സമരക്കാരുടെ പ്രൊട്ടസ്റ്റിന് ഒപ്പം നിൽക്കുക എന്നത് ആ സമര സംഘടനകളുടെ ഭാഗമായിട്ടുള്ള ആളുകളല്ല, ആ സമര സംഘടനയുടെ അംഗങ്ങളല്ല
എന്നിരുന്നാൽ പോലും മനസ്സിലിപ്പോൾ തൊഴിലാളി സംഘടനകൾ സമരം നടത്തുമ്പോൾ നമ്മളെല്ലാം അതിനോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലേ? അപ്പോൾ ആ നിലക്കുള്ള നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം പോലീസും മറ്റും ഇന്ന് കാണിച്ചത്, ചില മാധ്യമങ്ങളെങ്കിലും ഇന്ന് കാണിച്ചത് വളരെ മോശമായ കാര്യമായിരുന്നു എന്ന് ഹർഷൻ പറഞ്ഞതിനോട് യോജിക്കുകയാണ് ഞാനും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അവസാന പാദത്തോളം പഴക്കമുള്ള ഇന്ത്യൻ ജനതയുടെ ശീലമാണ് ഹർത്താൽ എന്ന സമരമാർഗം. രാഷ്ട്രപിതാവ് ആവിഷ്കരിച്ച സമരരൂപമാണത്. എല്ലാ താഴുകളും പൂട്ടിക്കിടക്കട്ടെ എന്ന അർത്ഥത്തിലാണ് ഹർത്താൽ എന്ന പ്രയോഗം ഉപയോഗിച്ചു തുടങ്ങിയത് തന്നെ. ബഹിഷ്കരണത്തോളം മൂർച്ചയുള്ള ഒരു സമര സങ്കീർത്തനം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വേറെ ഇല്ലായിരുന്നു. എന്നാൽ അവസരത്തിലും അനവസരത്തിലും ഉപയോഗിച്ച ആഘാതശേഷി കുറഞ്ഞ സമരമാർഗമാണ് അതിപ്പോൾ എന്നതിലും RDXന് സന്ദേഹമൊന്നുമില്ല. എന്നാൽ ചില അവസരങ്ങളിൽ പൊതു അവധിയുടെ ആലസ്യത്തിലും ആഘോഷത്തിലും ഹർത്താലിനെ സ്വീകരിക്കുന്ന മലയാളി മറ്റു ചിലപ്പോൾ പുടുന്നനെ പൗരാവകാശ പ്രചോദനം എന്ന നിലയ്ക്ക് ഹർത്താലിനെതിരെ രോഷം കൊള്ളുന്നതിൽ ഒരു ഇരട്ടത്താപ്പുണ്ട് എന്ന് പറയാതെ വയ്യ. മറ്റൊരാളുടെ യാത്രാവകാശത്തെയോ സ്വാതന്ത്ര്യത്തെയോ തടയാനോ തടവിലിടാനോ ഒരാൾക്കും അവകാശമില്ല എന്ന് തന്നെയാണ് ശരി. പക്ഷേ താഴെ തട്ടിലുള്ള മനുഷ്യൻ്റെ, ദളിതൻ്റെ, തൊഴിലാളിയുടെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ അവസാനത്തെ പ്രതീക്ഷയായ ജീവിത സമരങ്ങളോട് സമൂഹത്തിന് ഒരു ഇരട്ടത്താപ്പുണ്ടോ എന്ന കാര്യങ്ങൾ ചർച്ചയാകേണ്ടുന്ന സമയം കൂടിയാണിത്. അത്തരം സമരങ്ങളോട് ഒരു എക്സ്ട്രാ റെസിസ്റ്റൻസ് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ആ സമരങ്ങളുടെ പ്രസക്തിയും. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ, ഇനി നിതിൻ രാജുമാർ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക്.